അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മുസ്തഫ ഹഫി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം തരത്തിലേക്ക് പുതുതായി തയ്യാറാക്കിയ ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ 4ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ആദാബുൽ ഖലാഇ. എന്താ അതിനർത്ഥം? വിസർജനത്തിന്റെ മര്യാദകൾ എന്നർത്ഥം. വിസർജിക്കുമ്പോൾ നാം മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. കാരണം മലമൂത്ര വിസർജനം എന്നുള്ളത് ആരോഗ്യത്തിന്റെ ലക്ഷണം. അത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണം. അതിന്റെ രീതിയാണ് അതിന്റെ മര്യാദകൾ പാലിക്കുക എന്നുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് അതിന്റെ മര്യാദകൾ എന്നാണ് ഇതിൽ പറയുന്ന വിഷയം. അതുപോലെ എവിടെയൊക്കെയാണ് വിസർജനം കറാഹത്തുള്ള സ്ഥലങ്ങൾ, അതുപോലെ വിസർജനം ചെയ്യൽ ഹറാമുള്ള സ്ഥലങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം നടക്കൽ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അത് അല്ലാഹു തആലയുടെ വലിയ നിഅമത്താണ്. നിഅമത്ത് പറഞ്ഞാല് അനുഗ്രഹം. നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബാണ്. വിസർജന മര്യാദകൾ പാലിക്കൽ ശുക്രിന്റെ ഭാഗമാണ്. വിസർജനത്തിന് പല മര്യാദകളുണ്ട്. 1. പാദരക്ഷ ധരിക്കുക. പാദരക്ഷ പറഞ്ഞാല് ചെരുപ്പ് ധരിക്കുക. 2. തലമറക്കുക. 3. ആദരിക്കപ്പെടേണ്ടവ മാറ്റിവെക്കുക. ഖുർആന്, നബിതങ്ങളെ പേര്, മറ്റ് നബിമാരെ പേര്, മലക്കുകളെ പേരുകള്, ബദരീങ്ങളെ പേരുകൾ, ഇങ്ങനെ അല്ലാഹു തആല ആദരിച്ച പേരുകൾ എന്ത് ചെയ്യുക? അത് മാറ്റിവെക്കുക. 4. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ് എന്ന് ചൊല്ലിയ ശേഷം ഇടത് കാൽ ആദ്യം വെച്ച് പ്രവേശിക്കുക. 5. ആരും കാണാത്ത വിധം മറഞ്ഞിരിക്കുക. 6. ഇരുന്ന് വിസർജനം നടത്തുക. 7. ഉയർന്ന സ്ഥലത്തിരിക്കുക. എന്തിനാ? വിസർജനം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 8. ഇരിക്കുമ്പോൾ ആവശ്യാനുസൃതമല്ലാതെ വസ്ത്രം ഉയർത്താതിരിക്കുക. വസ്ത്രം ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക? ഉയർത്തുക. 9. വിസർജിക്കുന്നവന്റെ മുമ്പിൽ 3 മുഴത്തിനുള്ളിൽ മറയുണ്ടായിരിക്കുക. ഒരു മറ വേണം, 3 മുഴം. 10. മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്താതിരിക്കുക. 11. ഇടതുകാലിൽ ഊന്നിരിക്കുക. വിസർജിക്കുമ്പോൾ ഇടതുകാലിൽ ചാരിയിരിക്കാണ് വേണ്ടത്. 12. അനാവശ്യമായി വിസർജനാവയവങ്ങളിലേക്കും വിസർജ്യത്തിലേക്കും നോക്കാതിരിക്കുക. 13. അത്യാവശ്യത്തിനല്ലാതെ സംസാരിക്കാതിരിക്കുക. 14. ബ്രഷ് ചെയ്യല്, മൊബൈൽ ഉപയോഗിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 15. ഇസ്തിബ്റാ ചെയ്യുക. എന്താണ് ഇസ്തിബ്റാ എന്ന് പറയുന്നത്? മൂത്രം പുറത്തുപോയി എന്നുറപ്പിക്കാൻ ശബ്ദമുണ്ടാക്കുക, അല്ലെങ്കിൽ തടവുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിനാണ് എന്ത് പറയുന്നത്? ഇസ്തിബ്റാ എന്ന് പറയുന്നത്. 6. എഴുന്നേൽക്കുമ്പോൾ വസ്ത്രം അല്പാൽപമായി താഴ്ത്തിയിടുക. 17. വലതുകാൽ ആദ്യം വെച്ച് പുറത്തിറങ്ങുക. പുറത്തു വന്നാൽ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവായിഷ് എന്നീ ദിക്റുകൾ ചൊല്ലുക. ഇനി 18 നോക്കൂ. കറാഹത്തായ സ്ഥലങ്ങളിൽ വിസർജനം നടത്താതിരിക്കുക. ഏതൊക്കെയാണ് കറാഹത്തായ സ്ഥലങ്ങൾ? കെട്ടി നിൽക്കുന്ന ജലാശയം, കുളം, കിണർ പോലെ കുറഞ്ഞൊഴുകുന്ന വെള്ളം, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ജനങ്ങൾ നടക്കുന്ന വഴി, ഫലം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്, ഫ്രൂട്ട്സ് ഒക്കെ കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടില്, മാളം, ഉറച്ച സ്ഥലം. മാളത്തിൽ മൂത്രയിച്ചാൽ അതില് ഇഴജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഉപദ്രവിക്കും. ഉറച്ച സ്ഥലത്ത് മൂത്രയിച്ചാൽ എന്തുണ്ടാവുക? അത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തെറിക്കും. കാറ്റ് വീശുന്ന സ്ഥലം, അവിടെയും മൂത്രയിച്ചാൽ എന്താവും? നമ്മുടെ ശരീരത്തിലേക്ക് അതാകും. ഖബറുകളുടെ അടുത്ത്, കുളിമുറി, മസ്ജിദിന്റെ ചുമരിന് സമീപം എന്നിവിടങ്ങളിൽ വിസർജനം കറാഹത്താണ്. ഇനി 19 മര്യാദ എന്താണ്? ഹറാമായ സ്ഥലങ്ങൾ വിസർജനം നടത്താതിരിക്കും. ഭക്ഷണം, എല്ല്, ഖബറ്. നേരത്തെ പറഞ്ഞ ഖബറിന്റെ അരികെയാണ്. ഹറാമായ സ്ഥലം ഏതാണ്? ഖബറിലാണ്, ഖബറിന്റെ മുകളിൽ. ആദരണീയ വസ്തുക്കൾ, അള്ളാഹുവിന്റെ നബിമാരുടെ, മലക്കുകളുടെ, മറ്റു മഹാന്മാരുടെ പേരുകളൊക്കെ, അതാണ് ആദരണീയ വസ്തുക്കൾ. ആദരണീയ വസ്തുക്കൾ ഏതാ? ഖുർആന്, ഹദീസ്, കിതാബ്, മദ്രസ പുസ്തകങ്ങൾ. ഇതൊക്കെ എന്താണ്? ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട വസ്തുക്കളാണ്. അതിൽ മൂത്രയിക്കൽ എന്താണ്? ഹറാമാണ്. നബിമാരുടെ ഖബറിന് സമീപം, മസ്ജിദ് എന്നിവിടങ്ങളിൽ വിസർജനം ഹറാമാണ്. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, വേറെ ആളുടെ സ്ഥലത്ത് പോയി മൂത്രയിക്കുക അല്ലെങ്കിൽ കാഷ്ടിക്കുക. പഴം കാഴിക്കുന്ന മരത്തിന്റെ ചുവട്, ജലാശയം എന്നിവയിൽ വിലക്കുണ്ടെങ്കിൽ വിസർജനം ഹറാമാണ്. അത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ
ചെയ്യാൻ പാടില്ലാതെ ഹറാമാണ്. മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്തുന്നതും അതേ വിധിയാണ്. അപ്പൊ എന്താണ് വിധി? ഹറാമാണ്. 20 തെറിക്കുമെന്ന് ഭയന്നാൽ വിസർജന സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ശൗചം ചെയ്യാതിരിക്കുക. കാരണം എന്ത് ചെയ്യും? വെള്ളം മൂത്രത്തിൽ തട്ടി എന്ത് ചെയ്യും? തെറിക്കും. അപ്പൊ അത് ചെയ്യരുത്. 21ാമത്തെ മര്യാദ, ശൗചം ചെയ്യുന്നത് ഇടത് കൈ കൊണ്ടായിരിക്കുക. മനോഹരം ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ടായിരിക്കുക. 22 കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ശൗചിക്കുമ്പോൾ 3 തവണയാവൽ നിർബന്ധം. 3 വട്ടം ചെയ്യണം, അത് ശൗചിക്കണം. അതുകൊണ്ട് മനോഹരം ചെയ്യണം. എന്നിട്ടും ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാകുന്നവരെ തടവണം. ശുദ്ധിയായാലും ഒറ്റയായി എണ്ണത്തിൽ അവസാനിപ്പിക്കൽ സുന്നത്താണ്. 3ൽ അവസാനിപ്പിക്ക. ഇനിയും ശുദ്ധിയായിട്ടില്ലെങ്കിൽ 5ൽ അവസാനിപ്പിക്ക. അതിനും ശുദ്ധിയായിട്ടില്ലെങ്കിൽ 7ൽ അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒറ്റയായ എണ്ണത്തിൽ അവസാനിപ്പിക്കൽ എന്താണ്? വിധി സുന്നത്താണ്. 23ാമത്തെ മര്യാദ എന്താണ്? ശൗചം ചെയ്യുന്നത് വെള്ളം കൊണ്ടാണെങ്കിൽ മുന്തോരത്തെയും, കല്ലുകൊണ്ടാണെങ്കിൽ പിന്തോരത്തെയും മുന്തിക്കാം. വെള്ളം കൊണ്ടാണെങ്കിൽ ആദ്യം മുന്തോരത്തെ മനോഹരം ചെയ്യുക. അതല്ല, കല്ലുകൊണ്ടാണ് ശൗചം ചെയ്യുന്നതെങ്കിൽ ആദ്യം പിന്തോരത്തെയാണ് എന്ത് ചെയ്യേണ്ടത്? ശൗചം ചെയ്യേണ്ടത്. ഇനി അദ്ദുആ, പ്രാർത്ഥന നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദുനിയ വൽ ആഖിറ. ഇത് എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ഇതിനർത്ഥം, അല്ലാഹുവേ, ദുന്യാവിലും ആഖിറത്തിലും നിന്നോട് ഞാൻ വിട്ടുവീഴ്ചയെയും സുഖത്തെയും സ്ഥിരമായ രോഗം, വിപത്ത് മുതലായ സംരക്ഷണത്തെയും ചോദിക്കുന്നു. ഈ ദുആ എപ്പോഴും നടത്തേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കൂ, നഖറുവാണ്, വായിച്ച് മനസ്സിലാക്കുക. ഇസ്തിബ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു? മൂത്രം പുറത്തു പോയി എന്നുറപ്പിക്കാൻ ശബ്ദമുണ്ടാക്കുക, കൂറ്റനക്കുക പോലെ ശബ്ദിക്കുക, തടവുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മൂത്രയിക്കുന്ന ഭാഗം ചെയ്യുക, തടവുക. അതെന്തിനാ? മൂത്രം നന്നായി പുറത്തേക്ക് പോരാനാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മനോഹരത്തിന് ശേഷം എന്ത് ചെയ്യും? മൂത്രം മുറ്റിപ്പോയാലും രസല്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്തിബ്റ ചെയ്യേണ്ടത്. അഫിന്റെ മീനിങ് എന്താ? മാപ്പി എന്നാണ് അർത്ഥം. ആഫിയത്ത്, ആരോഗ്യം. മുആഫാത്ത് എന്ന് പറഞ്ഞാലോ രോഗം, വിപത്ത് മുതലായവയിൽ നിന്നുള്ള സംരക്ഷണം. ഇനി നമുക്ക് ഇതിന്റെ വർക്ക് ഒന്ന് നോക്കാം. 1ാമത്തെ വർക്ക് എന്താണ്? നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ചോദ്യം 1, വിസർജന സ്ഥലത്തേക്ക് കയറും മുമ്പ് മാറ്റിവെക്കണം എന്ത്? ആദരിക്കപ്പെടേണ്ടവ മാറ്റിവെക്കുക. 2ാമത്തെ ചോദ്യം, വിസർജിക്കുന്നവന്റെ മുമ്പിൽ എത്ര അകലത്തിൽ മറയുണ്ടാവണം? 3 മുഴത്തിനുള്ളിൽ. 3ാമത്തെ ചോദ്യം, വിസർജിക്കുമ്പോൾ ഊന്നിയിരിക്കണം എങ്ങനെ? ഇടതുകാലിൽ. ചോദ്യം 4, കുളിമുറിയിൽ വിസർജിക്കുന്നതിന് വിധി കറാഹത്ത്. ചോദ്യം 5, ഭക്ഷണത്തിൽ വിസർജിക്കുന്നതിന് വിധി ഹറാം. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? നുക്മിലു വനശ്റഹുൽ മാന, പൂർത്തിയാക്കി അർത്ഥം എഴുതുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. എന്തർത്ഥം? അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവേ, നിന്നോട് ഞാൻ ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്നതിനർത്ഥം. 2ാമത്തെ, ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്നതിന്റെ അർത്ഥം, നിന്നോട് ഞാൻ പൊറുക്കൽ ചോദിക്കുന്നു, എനിക്ക് എന്റെ പ്രയാസങ്ങൾ ഒഴിവാക്കി തന്ന, എനിക്ക് സുഖം തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. ഇനി 3ാമത്തത്, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവായിഷ്. എന്നർത്ഥം, അള്ളാഹുവേ, കപടവിശ്വാസത്തിൽ നിന്നും നീച പ്രവൃത്തിയിൽ നിന്നും എന്റെ ഗുഹ്യ സ്ഥാനത്തെ നീ സംരക്ഷിക്കണമേ എന്നതിനർത്ഥം. ഇനി തേർഡ് ആക്ടിവിറ്റി നോക്കുന്നു. നുജീബ്, ഉത്തരം എഴുതാനാണ് 1ാമത്തെ ചോദ്യം. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. 2ാമത്തെ ചോദ്യം എന്താണ്? വിസർജിക്കുമ്പോൾ നോക്കരുത് എവിടേക്കെല്ലാം? വിസർജനാവയവങ്ങളിലേക്കും വിസർജത്തിലേക്കും നോക്കാതിരിക്കുക. 3ാമത്തെ ചോദ്യം, വിസർജിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ. 1, ബ്രഷ് ചെയ്യൽ. 2ാമത്തത്, മൊബൈൽ ഉപയോഗിക്കൽ. 4ാമത്തെ ചോദ്യം, വിസർജിച്ച് പുറത്തിറങ്ങിയ ശേഷം ചൊല്ലേണ്ട 2 ദിക്റുകൾ. ഏതാണ്? 1, ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. 2ാമത്തത്, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവായിഷ്. 5ാമത്തെ ചോദ്യം, വിസർജിച്ച സ്ഥലത്ത് വെച്ച് ശൗചം ചെയ്യരുത് എപ്പോൾ? തെറിക്കുമെന്ന് ഭയന്നാൽ. എപ്പോഴാണ്? തെറിക്കുമെന്ന് ഭയന്നാൽ. 6ാമത്തെ ചോദ്യം, ശൗചം ചെയ്യുന്ന എണ്ണം ഒറ്റയാക്കണ എപ്പോ? കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ശൗചിക്കുമ്പോൾ.
നാലാമത്തെ തഖ്സീസ് ഒരു അസൈൻമെന്റ് ചെയ്യാനാണ്. ഒന്ന്, വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന സിംബലുകൾ വെച്ച് ചാർട്ട് തയ്യാറാക്കാനാണ്. ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചാർട്ടിൽ വൃത്തിയിൽ എഴുതുക. നോക്കൂ, വിസർജനം അരുതാത്ത സ്ഥലങ്ങൾ. ഒന്ന്, കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിന് സിമ്പൽ ഒരു വെള്ളത്തുള്ളി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്രോസിന്റെ തെറ്റിന്റെ ചിഹ്നം, അതെന്താണ്, പാടില്ല എന്നറിയിക്കുന്ന ഒരു ചിഹ്നമാണ്. അപ്പൊ രണ്ട് ചിഹ്നങ്ങൾ കൊടുക്കാം. ഏതാണത്? കെട്ടി നിൽക്കുന്ന വെള്ളം, കുളം, കിണർ എന്നിവ മലിനമാകാതിരിക്കാൻ. അതിന്റെ കാരണം എന്താണ്? കുളം, കിണർ എന്നിവ മലിനമാകാതിരിക്കാൻ. രണ്ടാമത്തത്, തണൽ മരങ്ങൾ, ചുവട്, അതൊരു മരത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തെറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലം. എന്തിനാണത്? വൃത്തികേടാകാതിരിക്കാനാണ്. മൂന്നാമത്തത്, പൊതുവഴികൾ, റോഡിന്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തെറ്റും. കാരണം എന്താണ്? യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. ഇനി നാലാമത്തത്, ഫലവൃക്ഷങ്ങൾ, ചുവട്, ഒരു ആപ്പിളിന്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, ആപ്പിളിന്റെ സിമ്പലും. എന്താ അതിന്റെ കാരണം? ഭക്ഷണയോഗ്യമായ പഴങ്ങളിൽ അഴുക്കാകാതിരിക്കാൻ. അഞ്ചാമത്തത്, ജീവികളുടെ മാളങ്ങൾ, ഒരു മാളം കൊടുത്തിട്ടുണ്ട്, മാളത്തിന് സിമ്പൽ, അതുപോലെ തെറ്റും കൊടുത്തിട്ടുണ്ട്. മാളത്തിലുള്ള ജീവികൾ ഉപദ്രവിക്കാതിരിക്കാൻ ഒരു കാരണം. ആറാമത്തത്, ശ്മശാനങ്ങൾ അഥവാ ഖബറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഖബറിന്റെ സിമ്പൽ, അതുപോലെ തെറ്റ്. എന്തിനാ അത്? മരണപ്പെട്ടവരോടുള്ള ആദരവും നിർത്തിയാണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. വിസർജനം ഹറാമായ സ്ഥലങ്ങൾ പട്ടിക തയ്യാറാക്കുക. ഏതൊക്കെയാണത്? ഭക്ഷണം, എല്ല്, ഖബറ്, ആദരണീയ വസ്തുക്കൾ, നബിമാന ഖബറിന് സമീപം, മസ്ജിദ് എന്നിവ വിസർജനം ഹറാമാണ്. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, പഴം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്, ജലാശയം എന്നിവയിൽ വിലക്കുണ്ടെങ്കിൽ വിസർജനം ഹറാമാണ്. മറയില്ലാതെ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം നടത്തുന്നതിനും അതേ വിധിയാണ്. അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.